ഇന്ന് നവംബർ 26 ഭരണഘടനാ ദിനം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ നട്ടെല്ലാണ് ഭരണഘടന. ഏറ്റവും വലിയ എഴുതിവെക്കപ്പെട്ട ഭരണഘടനയും നമ്മുടേത് തന്നെ. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കപ്പെട്ട ഭരണഘടനയുടെ 71ാം പിറന്നാൾ ദിനം കൂടിയാണ് ഇന്ന്. ഭരണഘടനാ നിർമ്മാണത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ ചരിത്രത്തിലേക്ക് ഒരു ചെറിയ യാത്ര നടത്താം. ഭാരതത്തിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് സ്വരാജ് പാർട്ടി നേതാവായ MN റോയ് ആയിരുന്നു. ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തിൻ്റെ തുടക്കമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് രൂപീകരിച്ച ക്രിപ്സ് മിഷൻ്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതായി പ്രഖ്യാപനമുണ്ടായത്. 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ താൽക്കാലിക അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേർന്നു. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ചെയർമാനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമത്തിലെ പ്രധാന വകുപ്പുകൾ ചിലത് നമ്മുടെ ഭരണഘടനയിലും കാണാം. അതോടൊപ്പം ബ്രിട്ടൻ, അമേരിക്ക, ദക്ഷിണാഫ്രിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നും വിവിധ വകുപ്പുകൾ നാം കടം കൊണ്ടിട്ടുമുണ്ട്. ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത് ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായ 7-അംഗ സമിതിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ആണ് ഭരണഘടനയുടെ ആമുഖമായി എഴുതി ചേർത്തിട്ടുള്ളത്. ആമുഖത്തിലെ ചിത്രങ്ങൾ വരച്ചത് ബെഹർറാം മനോഹർ സിൻഹയാണ്. നന്ദാലാൽ ബോസ് അദ്ദേഹത്തെ സഹായിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ 292 പ്രതിനിധികളും നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള 93 അംഗങ്ങളും ചേർന്ന് 385 അംഗങ്ങൾ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. 3 വനിതകൾ അടക്കം 17 മലയാളികൾ ഈ സഭയിൽ അംഗങ്ങളായിരുന്നു. ആനി മസ്ക്രി, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ എന്നിവരായിരുന്നു മലയാളികളായ വനിതകൾ. 2 വർഷവും 11 മാസവും 17 ദിവസവും കൊണ്ടാണ് ഭരണഘടന പൂർത്തിയായത്. 1946 നവംബർ 26 അംഗീകരിക്കപ്പെട്ട ഭരണഘടന 1950 ജനുവരി 26 ഔദ്യോഗികമായി നിലവിൽ വന്നു. 1929 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഓർമ്മകളാണ് ജനുവരി 26 എന്ന ദിനം റിപ്പബ്ലിക് ദിനം ആയി തിരഞ്ഞെടുക്കാൻ പ്രചോദനമായത്. 395 വകുപ്പുകളും 22 ഭാഗങ്ങളും 12 ഷെഡ്യൂളുകളും അടങ്ങുന്നതാണ് നമ്മുടെ ഭരണഘടന. പ്രേം ബിഹാരി നാരായൺ റെയ്സാദയാണ് കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത്. പാർലമെൻറ്റിൽ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായാൽ ഭേദഗതികൾ സാധ്യമാവും എന്നത് നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകതയാണ്. 100-ൽ പരം ഭരണഘടനാ ഭേദഗതികൾ നിലവിൽ വന്നു കഴിഞ്ഞു. 73ാം ഭരണഘടനാ ഭേദഗതിയായ പഞ്ചായത്തി രാജ് ബില്ലും 24ാം ഭേദഗതിയായ നഗരപാലികാ ബില്ലും അതിൽ പ്രധാനമാണ്. ജാതി, മത, വർണ്ണ, വർഗ, ഭാഷ, വേഷ വ്യത്യാസമില്ലാതെ ഏവർക്കും തുല്യനീതി എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനമായ സവിശേഷത. ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്വം മനസ്സിലാക്കുന്നതിനും ഇവ കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നതിനും കൂടിയുള്ള ദിവസമാണ് ഭരണഘടനാ ദിനമായ നവംബർ 26. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മഹത്തായ ഭാരതഭൂമി വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിലേക്ക് കൂടി വെളിച്ചം വിതറുന്ന തരത്തിൽ
പ്രകാശത്തിൻ്റെ ഉത്തുംഗ ഗോപുരമായി നമ്മുടെ ഭരണഘടന നിലനിൽക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. നന്ദി.